അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഏതായാലും ഉണ്ടാക്കാനായിട്ട് പോവല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറെൻറ്റ് ഇതിൽ വരുത്താൻ വിചാരിച്ചിട്ടോ. അപ്പോഴാണ് എനിക്ക് ഓർമ്മയത്, ഇടയ്ക്ക് ഞാൻ ഈ ഷോർട്സ് കാണുമ്പം ഈ ബ്രെഡ് മേലെ ഷേപ്പ് ആക്കിയിട്ട് ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കുന്ന വീഡിയോസ് കണ്ടിന്യൂട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്ന്. കാണുമ്പോൾ തോന്നും അത് ഭയങ്കര സിമ്പിളാണ് അങ്ങനത്തെ ഷേപ്പ് ആക്കിയിട്ട് ഉണ്ടാക്കാൻ. ഞാനത് കണ്ടപ്പോൾ വിചാരിച്ചിന് ഭയങ്കര സിമ്പിളാണെന്നതിന്, പക്ഷേ എനിക്കത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടാണ് കേട്ടോ തോന്നിയത്. ഞാൻ എത്ര ആയിട്ടും അങ്ങനത്തെ ഷേപ്പ് ആക്കാൻ നോക്കിയിട്ട് എനിക്ക് സാധിച്ചില്ല കേട്ടോ. പിന്നെ എല്ലാവർക്കും ഇന്ന പോലെ ആവണമെന്നില്ല. നിങ്ങളാരേലും ഇതുപോലെ ചെയ്ത് നോക്കിയവരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം ഞാൻ 2 ബ്രെഡുമേ ചെയ്ത് നോക്കിയതിൻ്റെ ശേഷം 3-മതാണ് എനിക്ക് അതൊന്ന് കുറച്ചേലും റെഡി ആയിട്ട് കിട്ടിയത്. പിന്നെ എല്ലതും നന്നാവണമെന്നില്ലല്ലോ, ചിലത് നന്നാവും ചിലത് നന്നാവില്ല. പിന്നെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പരീക്ഷിച്ച് നോക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിടാം കേട്ടോ. അങ്ങനെ 2 സൈഡ് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.